ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ കാലമായി ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. ഈ തവണത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തവണ നാട്ടിൽ പോയ ടൈമിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നൊരു ട്രിപ്പാണിത്. അതായത് എൻ്റെ പപ്പയുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അവർ ഓർഗനൈസ് ചെയ്തൊരു ട്രിപ്പാണ്. പപ്പ വർക്ക് ചെയ്തത് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ പപ്പയുടെ കോളേജ് മേറ്റ്സും അതേപോലെ അവരുടെ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ടുള്ളൊരു ട്രിപ്പാണ്. കാശ്മീരിലോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു ട്രിപ്പിൽ ഞങ്ങൾക്കും കൂടി ജോയിൻ ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അപ്പോൾ ആദ്യം നമ്മൾ കൊച്ചി ടു ഹൈദരാബാദാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. ഇത് കൊച്ചി ഫ്ലൈറ്റിൽ കിട്ടിയ ഒരു സ്നാക്കാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ ഇട്ടു എന്നേ ഉള്ളൂ. നമുക്ക് ഹൈദരാബാദിൽ ഒരു കുറച്ച് മണിക്കൂറോളം നമുക്ക് ലേ ഓവർ ഉണ്ടായിരുന്നു. ഈ കാണുന്ന മെമ്പേഴ്സ് മാത്രമല്ല കേട്ടോ, ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 22 മെമ്പേഴ്സ് ഈ ഒരു ട്രിപ്പിന് ഉണ്ടായിരുന്നു. ഈ ഒരു ട്രിപ്പിൽ എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്കും ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഫാമിലിയിൽ കുറച്ച് റിലേറ്റീവ്സും കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു ഭയങ്കര പരിചയമില്ലാത്ത ആൾക്കാരുടെ കൂട്ടത്തിൽ പോയി എന്നുള്ളൊരു ഫീല് ഒരിക്കലും വന്നിട്ടില്ലായിരുന്നു. പിന്നെ പപ്പയുടെ ഫ്രണ്ട്സും ഈ പറയുന്ന ഫാമിലി മെമ്പേഴ്സൊക്കെ ഭയങ്കര കമ്പനി ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് ലേറ്റർ ഓൺ ഞാൻ പറയാം. ഇപ്പം നമ്മൾ ശ്രീനഗറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എത്താറായപ്പോൾ തന്നെ ഈ മേഘങ്ങളുടെ ഇടയിലൂടെ നോക്കുമ്പോൾ മഞ്ഞ് മൂടി കിടക്കുന്ന മലകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് നമ്മുടെ ലൈഫ് ടൈമിൽ അങ്ങനെ ഒരു വ്യൂ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കാണുന്നു. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് ഈ ഫ്ലൈറ്റിൽ നിന്ന് കാണാൻ വേണ്ടി പറ്റിയത്. അക്ബർ ഹോളിഡേയ്സ് ആയിരുന്നു നമ്മൾ ഏജൻസി ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ 5 days 4 nights പാക്കേജാണ് നമ്മൾ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ അവരുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. നമ്മൾ ലാൻഡ് ചെയ്യണതിൻ്റെ കുറച്ച് മിനിറ്റുകൾ മുമ്പ് കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടോ ഇത് ഇത്രയും ബ്യൂട്ടിഫുൾ ആണെങ്കിൽ നമ്മൾ ശ്രീനഗറിൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മളിനി കാണാൻ പോകുന്ന സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പം നമ്മുടെ മൈൻഡിൽ അത്രയും ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും അങ്ങനെ ഒരു ഫീലിംഗ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഇമോഷനായിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ ഫാമിലിയുടെ കൂടെ ഒരു അൺഎക്സ്പെക്റ്റഡ് ട്രിപ്പ് കിട്ടിയതിൻ്റെ ഒരു ഡബിൾ ധമാക്ക എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സന്തോഷം കൂടിയും എനിക്കുണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ ഓൾമോസ്റ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ് ശ്രീനഗർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക്. ഫൈനലി നമ്മളിവിടെ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അകത്തുള്ള വീഡിയോസ് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ നമ്മുടെ ലഗേജസ് ഒക്കെ എടുത്ത് നമ്മൾ പുറത്തോട്ട് എത്തി. നമുക്ക് ഇവിടെ നിന്ന് ഇനി പോകേണ്ടത് ട്രാവലർ വരും. അപ്പോൾ നമ്മൾ ട്രാവലറിലാണ് നമ്മളിനി ഹോട്ടലിലേക്ക് പോവാം. ഇതൊരു ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നൊക്കെ പറയുകയാണെങ്കിലും അങ്ങനെ ഭയങ്കര ഒരു വലിയതായിട്ടുള്ള ഫെസിലിറ്റീസോ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റോ ഒന്നും അങ്ങനെ ഇല്ല. അപ്പോൾ കുറച്ചുകൂടി ഗവൺമെൻറ് ഇതിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ടൂറിസ്റ്റായിട്ട് വരുന്ന എല്ലാവർക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മളീ പോകുന്നത് നമ്മുടെ ഹോട്ടലിലേക്കുള്ള വഴിയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ തന്നെയാണ്. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ എത്തിയ ടൈമിൽ. പിന്നെ നല്ല അടിപൊളി ക്ലൈമറ്റാണ്. നമ്മുടെ നാട്ടിലത്തെ ആ ചൂട് ഒക്കെ അവിടെ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 5 ദിവസത്തേക്ക് നമ്മൾ അടിപൊളിയായിട്ട് നല്ല കൂൾ വെതർ എൻജോയ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വീഡിയോയിൽ ഇത് എത്രത്തോളം എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് കാണുമ്പം കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ അത് വേറൊരു ലെവൽ തന്നെയാണ്. കാരണം അത്രയും ഭംഗിയാണ് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിലും. അങ്ങനെ നമ്മൾ നമ്മുടെ ഹോട്ടലിലേക്ക് എത്തി. ഇത് വാലി വ്യൂ, ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതൊരു 4 star ഹോട്ടലാണ്, റോഡ് സൈഡിൽ തന്നെയാണ്. അങ്ങനെ നമ്മുടെ ലഗേജസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഹോട്ടലിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പം എല്ലാവരും അവിടെ വെയിറ്റിംഗ് ആണ്. കാരണം നമുക്ക് കീ ഡിസ്ട്രിബ്യൂഷനാണ്. കാരണം കുറേ ആളുകളുണ്ടല്ലോ, അപ്പോൾ കൺഫ്യൂഷൻ വരാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്രോപ്പറായിട്ട് കീ ഡിസ്ട്രിബ്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് അവരുടെ ഓതൻറ്റിക് ആയിട്ടുള്ള കാശ്മീരി ടീ അവർ നമുക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അതൊരു ഓതൻറ്റിക് എന്ന് തന്നെ പറയണം. കാരണം നമ്മുടെ നാട്ടിലൊന്നും നമുക്ക് ഇതുപോലത്തെ ഒരു ടേസ്റ്റോ ഈ ഫ്ലേവറോ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാശ്മീരി ടീ ഭയങ്കര അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. അങ്ങനെ നമുക്ക് താക്കോലൊക്കെ കിട്ടി. നമ്മൾ റൂം തുറന്നപ്പം കാണുന്ന വ്യൂ ആണിത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയായിരുന്നു കേട്ടോ റൂംസും കാര്യങ്ങളൊക്കെ. ഇത് 2 പേർക്കാണ് ഈ ഒരു റൂം. പിന്നെ നമുക്ക് എക്സ്ട്രാ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരുമായിരിക്കും ബെഡിന്. അതർവൈസ് എല്ലാം നല്ല അടിപൊളി തന്നെയായിരുന്നു. പിന്നെ ഹീറ്റർ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു തണുപ്പുള്ളൊരു വെതർ നമുക്ക് കുറച്ചുകൂടി നല്ല വാം ഫീൽ കിട്ടാൻ വേണ്ടി അവർ ഹീറ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കിടന്നുറങ്ങി. അങ്ങനെ ഫസ്റ്റ് ഡേ അങ്ങനെ എൻഡ് ചെയ്തു. അങ്ങനെ സെക്കൻഡ് ഡേ ആയി. ഇത് രാവിലെ തന്നെ നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ കുറേ ആളുകൾ ഈ വിൻ്റർ ജാക്കറ്റ്സും സ്വെറ്റേഴ്സൊക്കെ വിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ബാർഗെയിൻ ചെയ്ത് നമ്മൾ മേടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ചീപ്പ് പ്രൈസിൽ നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മളെല്ലാവരും ട്രാവലറിൽ കയറി നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഇത് നമ്മുടെ ഗൈഡാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് എന്തൊക്കെയാണ് കാര്യങ്ങൾ, അതൊക്കെ ഡീറ്റെയിൽസ് പറയുകയാണ്. ഇവിടുത്തെ ആൾക്കാർ ചോദിക്കും നമ്മളോട്, നിങ്ങൾ എന്ത് കാര്യത്തിനാണ് ഇവിടെ പഠിക്കാൻ വന്നത്? അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു നമ്മൾ പറയും കാശ്മീർ ആസ് ഇറ്റ് ഈസ്, അതങ്ങനെ പറയാം. എന്താ കവി പറഞ്ഞ പോലെ തന്നെ ദുനിയാവോ ബസ് യഹി ഹേ ഓ ജന്നത്ത് മേ യഹി ഹേ എന്നാണ് പറഞ്ഞത്. ആമിർ ഹുസ്നി മറ്റേ ഉസ്താദായിട്ടുള്ള സിനിമയിലുണ്ടായില്ലോ ഇവിടം സ്വർഗമാണെന്നുള്ള സാധനം. അതെ, നമ്മുടെ ഗൈഡ് പറഞ്ഞതുപോലെ തന്നെ ഇവിടം സ്വർഗമാണ്. അത് ഒട്ടും നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്തേക്ക് കൂടിയാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ഗൈഡിൻ്റെ പേര് മുസ്താഖ് എന്നായിരുന്നു. പുള്ളിക്കാരൻ അവിടെ പഠിക്കാൻ വേണ്ടി വന്നിട്ട് സൈഡായിട്ട് ഇതേപോലെ ട്രാവലിംഗ് ഗൈഡൊക്കെ ആയിട്ട് പുള്ളിക്കാരനൊരു പാഷനായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലായിട്ട് വന്നിരിക്കുന്ന എല്ലാവരും സെൽഫ് ഇൻട്രൊഡക്ഷൻ, ഫാമിലീനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. തമ്മിൽ നമുക്കൊന്ന് പരിചിതമാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും സംസാരിക്കുന്ന വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്താൽ കുറേ ടൈം എടുക്കും. ഞാൻ പപ്പ പറയുന്ന കുറച്ച് കാര്യങ്ങളും പപ്പയുടെ ഫ്രണ്ട്സിനെ പറ്റി പറയുന്ന കുറച്ച് ബിറ്റും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ മുകുളങ്ങൾ ഷൗക്കത്ത് വിളിച്ചപ്പോഴേ സുദർശൻ സാറും ടീമൊക്കെ ആണല്ലോ, സാരംഗ സാറൊക്കെ അതിൽ എത്തിപ്പെട്ട് അപ്പൊ ഇടയ്ക്ക് എൻജോയ്മെന്റ് ആയിട്ട് ടൂറും കാര്യങ്ങളിലൊക്കെ വളരെ ഇതിൽ സജീവമായിട്ട് തന്നെ ഞാൻ പങ്കെടുക്കാറുണ്ട്. അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ട്രിപ്പും. ഏതായാലും കാശ്മീർ നമ്മൾ ഏതായാലും പോയിട്ടില്ല. അഗ്രികൾച്ചറിൽ പഠിക്കുമ്പോൾ എല്ലാ സ്റ്റുഡൻസിനും ഒരു ഭാഗ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ ടൂർ ഒരു 3rd ഇയർ ടൈം ആകുമ്പോൾ നമുക്ക് കിട്ടും. അതിൽ കാശ്മീർ എത്താറില്ല. ഒരുവിധം സ്റ്റേറ്റുകളൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് നമ്മളൊരു സ്വപ്നം തന്നെയാണ്. അത് സാക്ഷാത്കരിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഞാൻ ആക്ച്വലി ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വിചാരിച്ചത് എല്ലാം ഈ പറയുന്ന റിട്ടയർ ചെയ്ത ആളുകളാണ്, അവരുടെ ഫാമിലിയാണ്. അപ്പോൾ എത്രത്തോളം നമ്മുടെ ഒരു വൈബ് സെറ്റാവും എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്ത ആ ടൈം മുതൽ എൻഡ് ചെയ്ത ടൈം വരെ ഇവരെല്ലാവരും വളരെയധികം എനർജറ്റിക് ആയിട്ടും നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഗെയിംസ് കളിച്ചു. അപ്പോൾ നമുക്ക് ഏജ് ജസ്റ്റ് നമ്പർ തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ആളുകൾ തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ ഗുൽമർഗിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ ട്രാവലറിൽ നമ്മൾ ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഓരോരുത്തരും ഇതേപോലത്തെ ചെറിയ വണ്ടിയിൽ നമ്മൾ നേരെ ഗുൽമർഗിലേക്ക് പോവാണ്. ഇതേപോലത്തെ വണ്ടിയിൽ പോവുകയാണെങ്കിൽ ഒരു വണ്ടിയിൽ 6 പേര് 7 പേര് അതൊക്കെയാണ് മാക്സിമം. പിന്നെ അതുമാത്രമല്ല, ഇത് ഇവരുടെ ഈ ഒരു പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ല. ഇത് എക്സ്ക്ലൂസീവ് ആണ്. കാരണം നമ്മൾ ഓരോ വണ്ടിയിൽ എത്ര ആൾക്കാരാണ് ട്രാവൽ ചെയ്യണേ അവരൊരു എമൗണ്ട് പറയും. ആ ഒരു എമൗണ്ടാണ് നമ്മൾ പേ ചെയ്യേണ്ടത്. ഇനിയാണ് നമ്മുടെ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് വരുന്നത്. ഗുൽമർഗിലുള്ള ഗൊണ്ടോള റൈഡ്, ആ ഒരു പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം എല്ലാവരും വണ്ടി ഇറങ്ങിയിട്ട് ആ ഒരു പോയിന്റിലോട്ട് നടക്കുകയാണ്. കാശ്മീർ ട്രിപ്പിൽ ഗുൽമർഗിൽ വരുന്നതിൻ്റെ മെയിൻ ഒരു ഇൻറ്റൻഷൻ തന്നെ ഈ ഒരു ഗൊണ്ടോള റൈഡാണ്. ഗൊണ്ടോള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഞ്ചിൽ പറയുകയാണെങ്കിൽ എ കാർ ടു ഹെവൻ എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ നമ്മൾ കയറി ചെല്ലും തന്നെ ആദ്യം കാണുന്ന ഒരു വെൽക്കം ബോർഡാണ് ഈ കാണുന്നത്. അതിനുശേഷം ഒരു പാത്വേയിലൂടെ നമ്മൾ നടന്ന് നമ്മൾ നേരെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് കയറണം. അവിടെ ചെന്നതിന് ശേഷം നമുക്ക് ക്യൂ നിൽക്കണം. പിന്നെ പ്രയറായിട്ട് നമ്മൾ ഓൺലൈൻ ടിക്കറ്റ്സ് നമ്മൾ എടുത്തിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു റൈഡ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയതും ഏറ്റവും ഉയരം കൂടിയതുമാണ് ഈ പറയുന്ന ഗൊണ്ടോള റൈഡ്. വേൾഡിൽ എടുക്കുകയാണെങ്കിൽ 2nd പൊസിഷനാണ്. നിങ്ങൾ ഈ കാശ്മീർ ട്രിപ്പിൽ ഗുൽമർഗിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ആ പാക്കേജിൽ ഈ പറയുന്ന ഗൊണ്ടോള റൈഡ് അവൈലബിൾ ആണോ നിങ്ങൾ ചെക്ക് ചെയ്യണം. കാരണം നിങ്ങൾ ഒരിക്കലും ഇത് മിസ് ഔട്ട് ചെയ്യാൻ പാടില്ല. ലൈഫിലൊരു വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ പറയുന്ന റൈഡ്. നിങ്ങൾ ഗൈഡായിട്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ID കാർഡ് കൊടുത്തിരിക്കണം. കാരണം ഇവർ ID ചെക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ ടിക്കറ്റ്സൊക്കെ പ്രയറായിട്ട് എടുത്തിട്ടാണോ വരുന്നതെന്നൊക്കെ അവർ ചെക്ക് ചെയ്തിട്ടാണ് ഈ ഒരു റൈഡിലോട്ട് കയറ്റുക. കുറച്ച് ക്യൂ നമ്മൾ ഇതുപോലെ നിൽക്കണം. എന്നിട്ട് മാത്രമാണ് നമ്മൾ എൻട്രി പോയിന്റിലേക്ക് നമ്മൾ കയറി ചെല്ലുക. പിന്നെ ഈ ഒരു പറയുന്ന റൈഡ് 2 ഫേസ് ആയിട്ടാണ് അവർ തിരിച്ചിരിക്കുന്നത്. phase 1ഉം phase 2ഉം. നമ്മൾ പോയത് phase 1 ആണ്. അത് ഓൾമോസ്റ്റ് ഹൊറിസോണ്ടൽ ലെങ്ത് പറയുകയാണെങ്കിൽ ഒരു 2091
21 മീറ്റേഴ്സാണ് ലെങ്ത്ത് വരുന്നത്. ഒരു 10 മിനിറ്റ്സ് ഒക്കെയാണ് ആ ഒരു റൈഡ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ നമ്മൾ ക്യൂ നിന്ന് ഓരോരുത്തരും ഈ പറയുന്ന കേബിൾ കാറിൽ നമ്മൾ കയറണം. അതിനുശേഷം നമ്മൾ ഈ റോപ്പിലൂടെ ഇങ്ങനെ പോവാണ്. ഈ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് എൻജോയ് ചെയ്തിട്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റും. ഹൈറ്റൊക്കെ പേടിയുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചൊരു പേടി വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീനിക് ബ്യൂട്ടി തന്നെയായിരിക്കും നമുക്ക് ഇതിലൂടെ പോകുമ്പം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഫേസ് 1 സ്റ്റാർട്ട് ചെയ്യുന്നത് ഗുൽമർഗ് ബേസ് ക്യാമ്പ് എന്നാണ്. അവിടെ നിന്ന് അവർ കൊണ്ടൂരി ഹിൽ എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് വരെ ഈ ഒരു റൈഡ് പോകുന്നുണ്ട്. അതായത് ഫേസ് 1 നമ്മുടെ സ്നോ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നത്. ഫേസ് 2 ഒരു സ്നോ ആക്ടിവിറ്റീസും ഇല്ല. സ്നോ ആക്ടിവിറ്റീസ് എന്ന് പറയുകയാണെങ്കിൽ സ്നോ ബൈക്ക്, സ്കീയിങ്, സ്ലെഡിങ് അതേപോലെ ഉള്ള ആക്ടിവിറ്റീസൊക്കെ അവിടെ നടക്കുന്നുണ്ട്. എല്ലാം പെർ ഹെഡായിട്ടുള്ള എമൗണ്ട് ആയിരിക്കും. നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മൾ പേ ചെയ്യണം. ഈ പറയുന്ന ബുക്കിങ്സ് എല്ലാം ഓൺലൈനായിട്ട് തന്നെ ഇവർ ഈ പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഫേസ് 2 കുറിച്ച് നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതുമാത്രമല്ല, നമ്മളവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഫേസ് 2 ആ ഒരു ടൈമിൽ അവർ റൈഡ് ചെയ്യുന്നില്ല എന്നുള്ളത്. കാരണം ഡ്യൂ ടു സം ക്ലൈമറ്റിൻ്റെ എന്തോ ഇഷ്യൂ കാരണം അവർ ഫേസ് 2 ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുക എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വിഷമം നമുക്ക് അത്ര വന്നിട്ടില്ല. അങ്ങനെ നമ്മൾ ഈ ഒരു കേബിൾ കാറിൻ്റെ യാത്ര അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഭയങ്കര രസമായിരുന്നു. താഴെ മൊത്തം സ്നോയും പിന്നെ ഈ കാണുന്ന പൈൻ ട്രീസിൻ്റെ ഇടയിലൂടെ നമ്മളിങ്ങനെ ഹൈറ്റിലേക്ക് പോകുമ്പം ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഈ ഒരു ട്രിപ്പ് പോകുന്ന ഏപ്രിൽ ആയതുകൊണ്ട് തന്നെ സ്നോ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളൊരു വിൻ്റർ ടൈമിലൊക്കെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് സ്നോ തന്നെയായിരിക്കും ഉണ്ടാവുക. അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്തു അവിടെ. അതിനുശേഷം എല്ലാവരും പപ്പയുടെ ഫ്രണ്ട്സും എല്ലാവരും കൂടിയിട്ടുള്ളൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ നമ്മൾ അവിടെ എടുത്തു. അതിനുശേഷം ഓരോരുത്തരും ഓരോ ടൈം ഡ്യൂറേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ തിരിച്ച് വരണം എന്നുള്ളൊരു രീതിയിൽ എല്ലാവരും പല വഴിക്കും അവരുടെ ആക്ടിവിറ്റീസിലും കുറേ പേര് ഫോട്ടോസ് എടുക്കാനും അങ്ങനെയുള്ള രീതിയിൽ എല്ലാവരും പല വഴിക്കും പോയി. എല്ലാവരും കംപ്ലീറ്റ് ഈ വിൻ്റർ ഔട്ട്ഫിറ്റ് ഇട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആരെയും തമ്മിൽ കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും ഒരുപോലെയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയുകയാണെങ്കിൽ. ഇവിടെ നിന്ന് അങ്ങനെ നമ്മൾ പലരും പല സ്ഥലത്തേക്കായിട്ട് പോവാണ്. അങ്ങനെ ഞാൻ മണാലി പോയ ടൈമിൽ ഞാൻ അവിടുന്ന് സ്കീയിങ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തവണ എനിക്ക് ട്രൈ ഔട്ട് ചെയ്യേണ്ടത് സ്നോ ബൈക്കായിരുന്നു. അതുകൊണ്ട് ഞാനും അക്കിയും കൂടിയിട്ട് സ്നോ ബൈക്കാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത്. സ്നോ ബൈക്കിന് അന്നുണ്ടായിരുന്ന പ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ പെർ ഹെഡ് 2000 ആയിരുന്നു. പിന്നെ അവർക്ക് നമ്മൾ എല്ലാം എൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ടിപ്പും കൊടുക്കേണ്ടി വരും. അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് കൊടുക്കാം. പക്ഷേ ഇതൊരു ഭയങ്കര നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം സ്കീയിങ് ചെയ്തപ്പോൾ എനിക്ക് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഈ ഒരു എന്താ പറയുക, സ്നോ ബൈക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മളെല്ലാം ഓടിക്കുന്നുണ്ടാവുക. ഓടിക്കണമെങ്കിൽ ഓടിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ ബാക്കിലിരിക്കുകയായിരുന്നു ചെയ്തത്. നമുക്ക് നമ്മൾ ഈ ഒരു സ്നോയിൽ നമ്മളിങ്ങനെ പറന്ന് നമ്മളൊരു വണ്ടിയിൽ പോകുന്നൊരു ഫീലായിരുന്നു. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എനിക്ക് ഈ ഒരു ട്രിപ്പിൽ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ സ്നോ ബൈക്കായിരുന്നു. നമ്മൾ ബാക്കിയുള്ള എല്ലാവരും ചെയ്യുന്ന സ്നോ ആക്ടിവിറ്റീസ് ആ ഏരിയയിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടി ഹൈറ്റിലേക്ക് പോവുകയാണ്. അത് ഈ സ്നോ ബൈക്ക് എടുത്ത ആളുകൾക്ക് മാത്രം കിട്ടുന്നൊരു പ്രിവിലേജാണ്. കാരണം ബാക്കിയുള്ള എല്ലാവരും ആ താഴത്തെ ബേസ് ഏരിയയിൽ തന്നെയാണ് അവർ സ്നോ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഈ സ്നോ ബൈക്ക് എടുത്തതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി ഹൈറ്റിലേക്ക് പോകാൻ പറ്റി. ആളുകൾ കുറവായിരുന്നു അവിടെ. കാരണം ഈ സ്നോ ബൈക്ക് ഓപ്റ്റ് ചെയ്തത് ആളുകൾ ആ ടൈമിൽ കുറവായിരുന്നു. പിന്നെ അവിടെ ചെല്ലുകയാണെങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഷോപ്സൊക്കെ ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലും ബിവറേജസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കണമെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് നൂഡിൽസ് അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. പക്ഷെ എല്ലാം ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആയിരുന്നു. അപ്പം നോക്കിയിട്ടും കണ്ടിട്ടൊക്കെ നിങ്ങൾ മേടിക്കുക. പിന്നെ ഈ സ്നോ ബൈക്ക് ഓടിക്കുന്ന റൈഡേഴ്സ് നല്ല അടിപൊളി ഫോട്ടോഗ്രാഫേഴ്സും കൂടി ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടി.
എന്തായാലും അക്കിക്കും ഈ പറയുന്ന സ്നോ ബൈക്ക് ഓടിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ അത് എക്സ്പീരിയൻസ് ചെയ്തു. പിന്നെ എൻ്റെ മൈൻഡിൽ ഇതിൻ്റെ ഇടയിലൊരു തോട്ട് പോയിട്ടുണ്ടായിരുന്നു, എന്തായാലും അക്കി സ്നോ ബൈക്ക് എക്സ്പീരിയൻസ് ചെയ്തു, അപ്പോൾ എനിക്കൊന്ന് പുറകിലിരുന്ന് പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ഈ പറയുന്ന ആദ്യം ഓടിച്ച സ്നോ ബൈക്ക് ഓടിച്ച ഒരാളുടെ കൂടെ തന്നെ കുറച്ച് പോയതിന് ശേഷം പിന്നെ അവരൊരു പോയിന്റ് എത്തിയപ്പോൾ നമുക്ക് നിർത്തി തന്നു. അതിനുശേഷം അക്കി ഓടിക്കുമ്പം ഞാൻ പുറകിലിരുന്നു, അവർ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു തന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു സ്നോ ബൈക്കിൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് ആ ഒരു കാര്യം കൂടി ആഡ് ഓൺ ചെയ്യാൻ വേണ്ടി പറ്റി. അതും നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. അക്കി സ്നോ ബൈക്ക് ഓടിച്ചതുകൊണ്ട് തന്നെ ഇങ്ങനൊരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു വീഡിയോ നമുക്ക് എന്നും കീപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് കിട്ടി. അപ്പം അതിലും ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ നമ്മുടെ ത്രില്ലിംഗ് ആയിട്ടുള്ള സ്നോ ബൈക്ക് റൈഡ് അവിടെ എൻഡ് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ തിരിച്ചു പോവാണ് ബാക്ക് ടു ഈ ഫേസ് 1ൻ്റെ സ്റ്റാർട്ടിങ്ങിൽ. എന്നിട്ട് നമ്മൾ വീണ്ടും കേബിൾ കാറിൽ കയറിയിട്ടാണ് നമ്മൾ തിരിച്ച് നമ്മുടെ ഗുൽമാർഗ് ബേസ് ക്യാമ്പിലേക്ക് എത്തുക. മമ്മയും പിന്നെ അതുപോലെ റിലേറ്റീവ്സും പപ്പയുടെ ഫ്രണ്ട്സും എല്ലാവരും ഓരോ ആക്ടിവിറ്റീസൊക്കെ ചെയ്തു എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ ഈ പറയുന്ന പോലെ സ്നോ ബൈക്കിൽ പോയതുകൊണ്ട് നമ്മൾ ആ ഏരിയയിൽ നിന്ന് വേറൊരു ഏരിയയിലായിരുന്നു പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ പരിപാടികളൊന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാവരും തിരിച്ച് ഓരോ ആൾക്കാരും കേബിൾ കാറിൽ തിരിച്ച് ആ ഒരു സ്പോട്ടിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ ഡേ 2 ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. എല്ലാവരോടും അഭിപ്രായം ചോദിച്ചപ്പം എല്ലാവരും ഒരുപോലെ തന്നെ പറഞ്ഞു അടിപൊളി ട്രിപ്പായിരുന്നു. പിന്നെ ഈ പ്രായമുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, അവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും മൊത്തത്തിൽ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാനും പറ്റി, കുറേ ആളുകളെ പരിചയപ്പെടാൻ പറ്റി, ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ എനിക്ക് എല്ലാവരുടെയും ഏരിയയിൽ എനിക്ക് പോയി കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല, അപ്പോൾ അത് കുറച്ച് മിസ്സിങ് ഉണ്ടാവും. പക്ഷെ അല്ലാതെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ട്രിപ്പ് പൂർണ്ണമായിട്ട് എൻജോയ് ചെയ്തു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഗുൽമർഗും പിന്നെ നമ്മൾ വന്ന നമ്മുടെ ഡേ 1ഉം ഡേ 2 മാത്രമേ ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൂ. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം വരുന്നുണ്ട്, അതെൻ്റെ അപ്കമിങ് വീഡിയോസിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എടുത്ത കുറച്ച് ഫോട്ടോസ് ഞാൻ ലാസ്റ്റ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇനി കൂടുതൽ കാശ്മീർ വിശേഷങ്ങളായിട്ട് എൻ്റെ അപ്കമിങ് വീഡിയോസിൽ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. താങ്ക് യു.